ഞാൻ നമ്മളെ KCBന്റെ വീഡിയോ ചെയ്യാൻ വന്ന KCBന്റെ 3 താരങ്ങളാണുള്ളത്. ഒന്ന് നമ്മളെ ഒറ്റ സുഹൃത്ത് ഗിഫ്റ്റി പറഞ്ഞ ഒരു കഥേൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് രണ്ടാളെ പരിചയപ്പെടുത്തി തരാൻ പോവാണ്. ഇത് കരുൺ ബാബി KCB താരാണ്, തിരുവനന്തപുരം സ്വദേശി. ഇത് നിഷോൺ സേവ്യർ. ഇതുപോലത്തെ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അയാളെ മെൻഷൻ ചെയ്തോളൂ. ഞാൻ അങ്ങനത്തെ ഒരു കഥയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. കരുൺ ബാബി ഇക്കൊല്ലം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പന്ത് കളിച്ച് സർക്കാർ ഉദ്യോഗസ്ഥനായത് ഈ വർഷമാണ്. ഈ KCBൻ്റെ ഈ പ്രാവശ്യത്തെ അപ്പോയിൻമെൻറ്റിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലിക്കാരനായി. അതിന് മുന്നേ വരെ കരുൺ ബാബി ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു. കരുൺ ബാബി ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായതിൻ്റെ പിന്നിൽ ഈ ഒരു മനുഷ്യൻ്റെ, ഈ ഒരു ഉറ്റ സുഹൃത്തിൻ്റെ മനസ്സും കയ്യും ശരീരവും ഒക്കെ ഉണ്ട്. ആ കഥ പറയാം നമുക്ക്. ഓക്കെ കരുൺ, അതൊന്ന് പറഞ്ഞു കൊടുക്കേ. രാവിലെ പ്രാക്ടീസിന് പോകും. രാവിലെ KCB 7:30 പ്രാക്ടീസിന് പോകും. എന്നിട്ട് എനിക്ക് അവിടെ ജോലി 10 മണിക്കാണ്. അപ്പം ഈ നിഷോൺ സേവ്യർ ഇയാളുമായിട്ട് എന്നെ രാവിലെ ഒന്ന് എടുക്കും. അതുപോലെ രാവിലെ വന്ന് എടുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരുവനന്തപുരക്കാർക്കേ മനസ്സിലാവുള്ളൂ. രാവിലെ ബൈക്കിൽ വന്ന് കൂട്ടിക്കൊണ്ടു പ്രാക്ടീസ് കഴിഞ്ഞ് പ്രാക്ടീസിന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പ്രാക്ടീസ് ഒരു 8:30-9 മണിയാകുമ്പോൾ തീരും. വീട്ടിലിറക്കും, തിരിച്ച് വീട്ടിൽ പോകും. 10 മണിക്ക് ജോലിയുണ്ട്. അപ്പൊ ഞാൻ ജോലിക്ക് നേരെ പോകും. ജോലിക്ക് പോകും. ഓക്കെ, ഒരു 5 മണിയാകുമ്പോൾ ജോലി തീരും. പിന്നെ വൈകിട്ട് വന്ന് പിന്നെയും പ്രാക്ടീസ് ചെയ്യും. അപ്പം വീട്ടിലും കുറച്ച് കഷ്ടപ്പെടാണ്ട് ഈ എനിക്ക് ഇങ്ങോട്ട് വരാനും അതിനൊക്കെ പൈസ വേണമല്ലോ. വീട്ടിൽ കഷ്ടപ്പാട് എന്ന് പറയുമ്പോൾ കുട്ടികൾ കേൾക്കട്ടെ. കഷ്ടപ്പാടെന്ന് പറയുമ്പോൾ അമ്മ ജോലിക്കില്ല, പിന്നെ അച്ഛനും ചുമട്ട് തൊഴിലാളിയാണ്. അപ്പൊ വലിയ വരുമാനമൊന്നും ഇല്ല. ഗിഫ്റ്റി പറഞ്ഞത് ശരിയാണെങ്കിൽ ഒരു ചെറിയ ഹോളാണ് വീട്, വെറും ഒറ്റമുറി വീട്. അതായിരുന്നു. ഓക്കെ, നിഷോൺ പറയാ കാര്യങ്ങൾ. എൻ്റെ അനിയനാണ് എൻ്റെ നാട്ടിൽ, ഞങ്ങൾ ഒരുമിച്ച് നാട്ടിൽ കളിച്ചു വന്നു. അപ്പം അന്ന് മുതലേ ഇവൻ്റെ ഗെയിമിൽ ടാലൻ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവനടുത്ത് പറഞ്ഞു KCBയിൽ നീ പ്രാക്ടീസിന് വാ, നമുക്ക് റെഡിയാക്കാം. അങ്ങനെ അവൻ പ്രാക്ടീസിന് വന്നു. അവൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ തന്നെയാണ് അവൻ ഈ നിലയിൽ ഇപ്പം നിൽക്കുന്നത്. രാവിലെ ഒരു നേരം പ്രാക്ടീസ് ചെയ്യുള്ളൂ, 2 നേരവും പ്രാക്ടീസ് ചെയ്യും. വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യും. നാട്ടിൽ പ്രാക്ടീസ് ചെയ്യും ജോലി കഴിഞ്ഞിട്ട്. എന്നിട്ട് രാവിലെ പിന്നെ പ്രാക്ടീസ് ചെയ്യും. ഈ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോഴൊക്കെ പുള്ളിക്കാരനാണ്. അങ്ങനെ ഒന്നല്ല സഹായിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാക്ടീസിന് പോകുമ്പോൾ എൻ്റെ കൂടെ അവനെ ഞാൻ കൊണ്ടുപോകുന്നേ ഉള്ളൂ. അതിലിപ്പം എനിക്ക് അതിലൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഞാൻ അല്ലെങ്കിലും പെട്രോൾ അടിക്കേണ്ട വണ്ടിയിൽ അവനെ കൂടെ ഇരുത്തി കൊണ്ടുപോകുന്നു ആ ഒരു ഇതിൽ. പക്ഷേ അവൻ്റെ ടാലൻറ്റ് കൊണ്ട് മാത്രം തന്നെയാണ് അവൻ ഈ നിലയിൽ എത്തുന്നത് തന്നെ. ഇത് ഞങ്ങളുടെ നാട്ടിലെ ഒരുപാട് പ്ലേയേഴ്സ്, അല്ലെങ്കിൽ നാട്ടിലല്ല കേരളത്തിലുള്ള ഒരുപാട് പ്ലേയേഴ്സ് കാണുകയാണ്. നിങ്ങൾക്കൊരു ചാൻസ് കിട്ടും, ഒരു ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നോ അതിനുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കിട്ടിയിരിക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതുപോലെയുള്ള സുഹൃത്തുക്കളാണ് മക്കളെ നമുക്ക് വേണ്ടത്. എനിക്ക് വ്ളോഗ് ഇമോഷണലായി. ഓക്കെ, അപ്പോൾ സന്തോഷ് ട്രോഫി പ്ലെയറാണ്. സന്തോഷ് ട്രോഫി കളിച്ച ആദ്യ മത്സരത്തിലെ ആദ്യ ടൂർണമെന്റിലെ ജേഴ്സി കൊടുത്തത് കിരണാണ്. ഇത്ര നല്ല സുഹൃത്തുക്കളാണ്. സോ ഇയാളൊരു കുടുംബത്തിനെ പോലും നോക്കാൻ പ്രാപ്തമായ രീതിയിൽ ഇയാളെ കുടുംബത്തിന് നോക്കാൻ പോലും പ്രാപ്തമായ രീതിയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ഈ കരുൺ ബാബി എന്ന പ്ലെയറെ, യൂണിവേഴ്സിറ്റി കളിച്ച ടാലൻ്റ് ഉള്ള പ്ലെയറാണ് കേട്ടോ. ടാലൻ്റ് ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കൂല. ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ആ ടാലൻറ്റ് മിനുക്കിയെടുക്കാൻ പറ്റി. സോ ആ പ്ലെയർക്ക് ഒരു കരിയർ ഉണ്ടാക്കി കൊടുത്തത് സുഹൃത്താണ്. കൂടെ കൊണ്ട് നടന്ന് ഇല്ലായ്മ എല്ലാം മനസ്സിലാക്കി കൂടെ നിന്ന സുഹൃത്ത്. ഇതാണ് സൗഹൃദം. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത് ഇത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെ കാര്യങ്ങൾ നടക്കുമ്പോൾ ആ മൂല്യങ്ങളും കൂടി കീപ്പ് ചെയ്യണം. ഗിഫ്റ്റി ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ബിഗ് താങ്ക്സ്. ഓക്കെ, എനിവേ ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഹാറ്റ്സ് ഓഫ് യു. ഓക്കെ, ഫൈൻ.